21st question. A train travels 300 kilometer at a uniform speed. A train travels 300 kilometer at a uniform speed. A train travels 300 kilometer at a uniform speed. If the speed had been 5 kilometer an hour more, if the speed had been 5 kilometer an hour more, 5 kilometer an hour more, 5 kilometer an hour more, the journey would have taken 2 hours less. If the speed had been 5 kilometer an hour more, the journey would have taken 2 hours less. If the speed had been 5 kilometer an hour more, the journey would have taken 2 hours less. Find the speed of the train. അപ്പം ആദ്യത്തെ സ്പീഡിൽ പോയതിനേക്കാളും 5 കിലോമീറ്റർ സ്പീഡ് കൂടുതൽ പോയിരുന്നുവെങ്കിൽ 5 കിലോമീറ്റർ പെർ അവർ കൂടുതൽ പോയിരുന്നുവെങ്കിൽ ടൈം മൊത്തത്തിലുള്ള ടൈം 2 മണിക്കൂർ കുറവായിരുന്നു എന്നാണ് പറഞ്ഞേക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഫൈൻഡ് ദി സ്പീഡ് ഓഫ് ദി ട്രെയിൻ. അപ്പോൾ ലെറ്റ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ബി എക്സ് കിലോമീറ്റർ പെർ അവർ, കാരണം കിലോമീറ്ററിലും അവറിലുമാണ് തന്നിരിക്കുന്നത്. ലെറ്റ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ബി എക്സ് കിലോമീറ്റർ പെർ അവർ. ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് 300 ആണ് തന്നിട്ടുണ്ട്. അപ്പം 300 ബൈ എക്സ് എന്ന് വരും. ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 300 ബൈ എക്സ്. ഇൻ ദ സെക്കൻഡ് കേസ് സ്പീഡ് എത്രയാണ്? ഒറിജിനൽ സ്പീഡിനേക്കാളും 5 കിലോമീറ്റർ പെർ അവർ കൂടുതലാണ്. അപ്പോൾ എക്സ് പ്ലസ് 5 കിലോമീറ്റർ പെർ അവർ. ഇൻ ദ സെക്കൻഡ് കേസ് സ്പീഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 കിലോമീറ്റർ പെർ അവർ. ടൈം ടേക്കണോ? സെക്കൻഡ് കേസിൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് സെയിം ആണ്, സ്പീഡ് കുറച്ചും കൂടെ കൂടുതലാണ്, എക്സ് പ്ലസ് 5 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിനേക്കാളും 2 കിലോമീറ്റർ കുറവാണ്. അപ്പോൾ ഇതും തമ്മിലുള്ള ഡിഫറൻസ് 2 അവേഴ്സിൻ്റെ ഡിഫറൻസ് കാണാം. ഈ ടൈമും തമ്മിൽ 2. ഈ എടുത്തതിനേക്കാളും 2 മണിക്കൂർ കുറവാണ് ഈ സ്പീഡിൽ പോയപ്പോൾ എടുത്തതെന്നാണ് പറഞ്ഞേക്കുന്നത്. Given that ഇത് 2 മണിക്കൂർ കുറവ്, അപ്പോൾ ഇതാണ് കൂടുതൽ. 300 ബൈ എക്സ് മൈനസ് 300 ബൈ എക്സ് പ്ലസ് 5 ഇത് കുറവാണ്, ഈസ് ഈക്വൽ ടു 2. ആദ്യത്തെ സ്പീഡിനേക്കാളും രണ്ടാമത്തെ 5 കിലോമീറ്ററും കൂടെ സ്പീഡ് കൂടുതൽ പോയപ്പോഴത്തേക്കും 5 കിലോമീറ്റർ പെർ അവറും കൂടെ സ്പീഡിൽ കൂട്ടിയപ്പോഴത്തേക്കും ആദ്യത്തേനേക്കാളും 2 മണിക്കൂർ കുറച്ചേ എടുത്തുള്ളൂ. അപ്പോൾ 300 ബൈ എക്സ് മൈനസ് 300 ബൈ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 2 എന്ന് വരും. എൽ സി എടുക്കണം. 300 ഇൻറ്റു എക്സ് പ്ലസ് 5 മൈനസ് 300 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5 ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ 300 എക്സ് പ്ലസ് 3 5 15, അപ്പോൾ 1500 മൈനസ് 300 എക്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് എൽ സി എടുത്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാമല്ലോ, 2x ഇൻറ്റു എക്സ് പ്ലസ് 5 എന്ന് വരും. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഈസ് ഈക്വൽ ടു 2x ഇൻറ്റു എക്സ് പ്ലസ് 5. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ 300ഉം 300ഉം പോയി, അപ്പം 1500 ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 10x എന്ന് വരും. 2x സ്ക്വയർ പ്ലസ് 10x. അപ്പോൾ 2x സ്ക്വയർ പ്ലസ് 10x
-1500 ഈക്വൽ ടു 0 എന്ന് വരും. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഒരു 2 കളയാം. x² + 5x - 750 ഈക്വൽ ടു 0. കാരണം എല്ലാത്തിനകത്തും 2 ഉണ്ട്. 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ x² + 5x - 750 ഈക്വൽ ടു 0. എക്സ് ആണ് നമുക്ക് വേണ്ടത്. എക്സ് എന്ന് പറയുന്നത് എന്താ? സ്പീഡാണ്. അപ്പം -5 ± സ്ക്വയർ റൂട്ടോ b² എന്ന് പറയുമ്പോൾ -5² 25 -4 × 1 × -750 ഡിവൈഡഡ് ബൈ 2 × 1. അപ്പം -5 ± സ്ക്വയർ റൂട്ടോ 25, 2 മൈനസും കൂടെ പ്ലസ് വരും. 750 × 4 എന്ന് പറയുമ്പം അത് 3000 വരും അല്ലേ? 750 × 4 വരുമ്പം 3000 വരും ഡിവൈഡഡ് ബൈ 2. അപ്പം -5 ± 3025 ആണ്. 3025 ഡിവൈഡഡ് ബൈ 2 കാൽക്കുലേറ്റർ ചെയ്താൽ മതി. അപ്പം നമുക്ക് -5 ± സ്ക്വയർ റൂട്ട് ഓഫ് 3025 എന്ന് പറയുന്നത് 55 ആണ് ബൈ 2. അപ്പം -5 + 55 എന്ന് പറയുമ്പോൾ 50/2. -5 - 55 എന്ന് പറയുമ്പോൾ -60/2. അപ്പോൾ ആൻസർ 25 -13 കിട്ടും. 25 -30. നമുക്ക് പക്ഷേ സ്പീഡാണ്. സ്പീഡ് ഒരിക്കലും നമുക്ക് നെഗറ്റീവ് വരത്തില്ല. Therefore, speed of the train is equal to speed of the train. ഇതിനകത്ത് നമുക്ക് എടുക്കാവുന്ന വാല്യൂ 25 ഉള്ളൂ. -30 എടുക്കാൻ പറ്റിയില്ല. Therefore, speed of the train is equal to -30 അല്ല -30 ഇല്ല 25 km/h. -30 എടുക്കാൻ പറ്റിയില്ല. സ്പീഡ് ഇസ് ഈക്വൽ ടു 25 km/h എന്ന് വരും. 22nd question. Divide 20 into 2 parts. Divide 20 into 2 parts such that 3 times the square of one part, 3 times the square of one part exceeds the other part by 10. Divide 20 into 2 parts such that 3 times the square of one part exceeds the other part by 10. Divide 20 into 2 parts such that 3 times the square of one part exceeds the other part by 10. പറഞ്ഞേക്കുന്നത് എന്താ? നമുക്ക് 20യെ 2 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒന്ന് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ മറ്റേത് 20 - x ആയിരിക്കും. എന്നിട്ട് പറഞ്ഞേക്കുന്നത് എന്താ? 3 times the square of a number exceeds the other number. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് 10 ആണെന്ന് പറഞ്ഞത്. ആദ്യത്തെ നമ്പർ എക്സ് ആയിട്ടും അപ്പം 20യെ 2 ഡിവൈഡ് ചെയ്തേക്കും. അപ്പം 20യെ 2 ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരു നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ അടുത്ത നമ്പർ 20 - x ആയിരിക്കും. അപ്പോൾ 3 times the square of one part. അപ്പോൾ സ്ക്വയർ ഓഫ് ദ വൺ പാർട്ട് എന്ന് പറയുമ്പോൾ x². അതിന് 3 times exceeds the other part 20 - x by 10. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. അപ്പോൾ നമ്മൾ let the numbers be x and 20 minus x. Let the numbers be x and 20 minus x. Given 3x² minus 20 minus x equal to 10. അല്ലേ? Given 3x² minus the second number 20 minus x equal to 10. നമുക്കത് സോൾവ് ചെയ്യണം. 3x² minus 20 plus x മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി. ഇനി 10 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ -10 ഈക്വൽ ടു 0. 3x² പ്ലസ് എക്സ് -30 ഈക്വൽ ടു 0 എന്ന് വരും. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. -1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ടോ 1² 1 -4 × 3 × -30 ഡിവൈഡ് ബൈ 2 × 3. അപ്പം -1 പ്ലസ് ഓർ മൈനസ് 1 മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. 3 × 30 90 × 4 360 ഡിവൈഡഡ് ബൈ 60. റൂട്ട് ഓഫ് 361 19 ആണ്. -1 പ്ലസ് ഓർ മൈനസ് 19/6 എന്ന് വരും. -1 പ്ലസ് 19 എന്ന് പറയുമ്പോൾ 18/6.
-1 -90 എന്ന് പറയുമ്പോൾ -20/6. അപ്പം നമുക്ക് എത്ര കിട്ടും? 18/6 എന്ന് പറയുന്നത് 18/6 3. -20/6 എന്ന് പറയുമ്പം നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ -10/3 എന്ന് വരും. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്നത് 20യുടെ 2 പാർട്ടാണ്. 20യുടെ ഒരു പാർട്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. ദെയർഫോർ വി ക്യാൻ ടേക്ക് എക്സ് ഈക്വൽ ടു 3. ചെയ്ത് ക്ലിയർ ആണല്ലോ അല്ലേ? 3 ടൈംസ് ദ സ്ക്വയർ ഓഫ് ദിസ് നമ്പറും മറ്റേ നമ്പറും കൂടെ തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. അത് സോൾവ് ചെയ്തപ്പം നമുക്ക് എക്സ് 3യും -10/3 എന്നും കിട്ടി. അതിൽ എക്സ് ഒരിക്കലും നെഗറ്റീവ് വരികയില്ല, കാരണം എക്സ് എന്ന് പറയുന്നത് 20നെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നതാണ്. ദെയർഫോർ എക്സ് ഈക്വൽ ടു 3. 20 - x equal to 17. Therefore, the numbers are 3 and 17. The numbers are 3 and 17 എന്ന് വരും. അപ്പോൾ നമ്മൾ ചെയ്ത് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ 3 ഇൻറ്റു ദ സ്ക്വയർ ചെയ്യുന്നത് 27. -27ഉം 17ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 10. നമ്മൾ ചെയ്ത് കറക്റ്റാണെന്നപ്പോൾ നമുക്ക് മനസ്സിലാവും. Third question. A sum of rupees 120 was distributed. A sum of rupees 120 was distributed among a certain number of boys. A sum of rupees 120 was distributed among a certain number of boys. A sum of rupees 120 was distributed among a certain number of boys. If there had been 4 boys less, if there had been 4 boys less, each would have received, if there had been 4 boys less, each would have received a rupee more. Find the number of boys. നമ്മൾ ഏകദേശം ഈ പാറ്റേണുള്ള ഒരെണ്ണം ചെയ്തതാണ്. Find the number of boys. ടോട്ടൽ മണി എത്രയാണ്? 120 ആണ്. നമ്പർ ഓഫ് ബോയ്സ് എക്സ് ആയിട്ട് എടുക്കുക. ലെറ്റ് ദ നമ്പർ ഓഫ് ബോയ്സ് ബി എക്സ്. മണി റിസീവ്ഡ് ബൈ 1 എത്രയാണ്? റിസീവ്ഡ് ബൈ 1 ബോയ് എന്ന് പറയുന്നത് 120/x ആണ് അല്ലേ? ടോട്ടൽ 120 റുപ്പീസ് ഉണ്ട്, എക്സ് ബോയ്സും ഉണ്ടെങ്കിൽ ഒരാൾക്ക് 120/x കിട്ടും. സെക്കൻഡ് കേസ് നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്? 4 കുറവാണ്, x-4 അല്ലേ? ഇൻ ദ സെക്കൻഡ് കേസ് നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു x-4. ഇൻ ദ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോയ്സ് x-4. മണി റിസീവ്ഡ് ബൈ 1 ബോയ്. ടോട്ടൽ 120 തന്നെയാണ്, x-4 ആണ് രണ്ടാമത്തെ കേസിൽ കിട്ടുന്നത്. 4 പേര് കുറവായിരുന്നുവെങ്കിൽ ഒരാൾക്ക് കിട്ടുന്നത് 120/x-4. ഗിവൺ ദാറ്റ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് 4 പേര് കുറവായിരുന്നെങ്കിൽ ഒരാൾക്ക് കിട്ടുന്ന എമൗണ്ട് 1 രൂപ കൂടുതലാണെന്നാണ് പറഞ്ഞത്. ഗിവൺ ദാറ്റ് 120/x-4 - 120/x. ആദ്യത്തെ കേസിൽ 120/x-4 ആണ്, അല്ല രണ്ടാമത്തെ കേസ് 4 പേര് കുറവായിരുന്നുവെങ്കിൽ ആദ്യത്തേനേക്കാൾ 1 രൂപ കൂടുതൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 പേര് കുറവുള്ളപ്പം കിട്ടുന്ന എമൗണ്ട് ഇത്, മൊത്തം ആൾക്കാരുള്ളപ്പം കിട്ടുന്നത് ഇത്. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ഇനി എൽസി എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. 120x - 120 × x-4 ഡിവൈഡഡ് ബൈ x × x-4 ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. ദിസ് 120x - 120x പ്ലസ് -120 - 4 എന്ന് പറയുമ്പോൾ +480. ഡിനോമിനേറ്ററിൽ x² - 4x അത് അപ്പുറത്തോട്ട് പോകുമ്പോൾ × 1 അല്ലേ, അപ്പോൾ x² - 4x എന്ന് വരും. x².
ഇതിപ്പുറത്തോട്ട് പോയി 120 പോയി 480 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x. അപ്പം എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 480 ഈക്വൽ ടു 0 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോയ്സ് ആണ്, അത് ഓർത്തോണം. അതനുസരിച്ച് വേണം. അപ്പം നെഗറ്റീവ് വാല്യൂസ് അവിടെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എക്സ് ഈക്വൽ ടു 4 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -4 സ്ക്വയർ 16 -4 ഇൻറ്റു 1 ഇൻറ്റു -480 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ 4 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 16 480 ഇൻറ്റു 4 ആണ്. 480 ഇൻറ്റു 4 32 ക്യാരി 3 17 1920 വരും ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അത് 4 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1936 ഡിവൈഡഡ് ബൈ 2. 1936 എന്ന് പറയുന്നത് 44ൻ്റെ സ്ക്വയറാണ്. 4 പ്ലസ് ഓർ മൈനസ് 44/2. അപ്പോൾ അത് 48/2 ഓർ -40/2. 48/2 എന്ന് പറയുമ്പോൾ 24 -20. നമുക്കറിയാം നമ്പർ ഓഫ് ബോയ്സ് ഒരിക്കലും നെഗറ്റീവ് നമ്പർ വരത്തില്ല. അതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് 24 ആയി. ദെയർഫോർ എക്സ് ഈക്വൽ ടു 24. ദെയർഫോർ എക്സ് ഈക്വൽ ടു 24. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു 24. ഇനി നമുക്ക് വേണമെങ്കിൽ അപ്പോൾ ഇത് ചെയ്ത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കി. ആദ്യം 24 ബോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് 5 ആണ്. അതിൽ നിന്ന് 4 പേരെ കുറച്ചു. 120/20 ആകുമ്പം 6 രൂപ. ഒന്ന് നോക്കി, ആദ്യത്തെ കേസിൽ 5 രൂപ വെച്ച് കിട്ടുന്നത് രണ്ടാമത്തെ കേസ് വന്നപ്പം 6 രൂപയായിട്ട് മാറി. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്വാഡ്രാറ്റിക്കിൻ്റെ അകത്ത് മെയിനായിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസ്. ഇത് കൂടുതലൊന്നും ഇതിൻ്റെ അകത്ത് വരാനില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് റൂട്ട്സിൻ്റെ നേച്ചർ കാണുന്ന ക്വസ്റ്റ്യൻ അതങ്ങനെ ചോദിക്കാറില്ല. എങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒറ്റ ഒരു പ്രോബ്ലം നമുക്ക് അങ്ങനെ ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിത്തൗട്ട് സോൾവിങ് examine the nature of the roots of the equation. Without solving, examine the nature of the roots of the equation. Without solving, examine the nature of the roots of the equation. 4 പാർട്ടുണ്ട്. A 5x square minus 6x plus 7. B x square plus 6x plus 9 equal to 0 ആണ്. C 2x square plus 6x plus 3 equal to 0. D 3x square minus 5x plus 2 equal to 0. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്. വിത്തൗട്ട് സോൾവിങ് എക്സാമിൻ ദ നേച്ചർ ഓഫ് ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ. 5x square minus 6x plus 7 equal to 0. x square plus 6x plus 9 equal to 0. 2x square plus 6x plus 3 equal to 0. 3x square minus 5x plus 2 equal to 0. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം. 5x square minus 6x plus 7 equal to 0 എന്നാണ്. അപ്പോൾ ഇത് റൂട്ട് കണ്ടുപിടിക്കാതെ റൂട്ടിൻ്റെ നേച്ചർ, റൂട്ട് റിയൽ ആണോ ഈക്വൽ ആണോ എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് എത്രയാണ്? 5. ബി -6. സി 7 ആണ്. നേച്ചർ ഓഫ് ദ റൂട്ട് കാണാൻ വേണ്ടി നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac എന്താണെന്ന് നോക്കിയാൽ മതി. ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് ബി സ്ക്വയർ 36 -4 ഇൻറ്റു 5 ഇൻറ്റു 7. അപ്പോൾ അത് 36 മൈനസ് 4 ഇൻറ്റു 5 20 ഇൻറ്റു 7 140 വരും. അപ്പോൾ അത് നെഗറ്റീവ് നമ്പർ അല്ലേ വന്നേക്കുന്നത് നോക്കിയാൽ. 36 മൈനസ് 140 എന്ന് പറയുമ്പോൾ -104 ആണ് വന്നേക്കുന്നത് അല്ലേ. അപ്പം ബി സ്ക്വയർ മൈനസ് 4ac ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ സ്ക്വയർ റൂട്ടിനകത്തെ ടേം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അത് ഇമാജിനറി നമ്പർ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ റൂട്ട്സ് ആർ ഇമാജിനറി. കാരണം ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 എന്ന് പറയുമ്പം അതിൻ്റെ മീനിങ് നമ്മൾ ആ -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് ബൈ 2a അതിൻ്റെ അകത്ത് ഇത് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് കൃത്യമായിട്ട് റൂട്ട് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റത്തില്ല. റിയൽ റൂട്ടുകളില്ല. അപ്പോൾ അത് കോംപ്ലക്സ് റൂട്ടുകളേ ഉള്ളൂ. അതുകൊണ്ട് റൂട്ട്സ് ആർ ഇമാജിനറി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ലെസ് ദാൻ 0. ദെയർഫോർ റൂട്ട്സ് ആർ ഇമാജിനറി.
നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു റൂട്ട്സിന് നേച്ചർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത്. അതിൽ നിന്നാണ് നമ്മളിത് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സെക്കൻഡ് പാർട്ട്. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9. അപ്പം a ഈക്വൽ ടു 1, b ഈക്വൽ ടു 6, c ഈസ് ഈക്വൽ ടു 9. a ഈക്വൽ ടു 1, b ഈക്വൽ ടു 6, c ഈസ് ഈക്വൽ ടു 9. b സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ 36 മൈനസ് 4 ഇൻറ്റു a1 b c 9. അപ്പം 36 മൈനസ് 36 ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പം അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വരും? എക്സ് എന്ന് പറയുന്നത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് 0/2a. അപ്പം മൈനസ് ബി ബൈ 2a എന്നുള്ള ഒറ്റ ആൻസറേ കിട്ടുള്ളൂ. അതിൻ്റെ മീനിങ് എന്താണ്? അതിനാകെ ഒരു റൂട്ടേ ഉള്ളൂ. റൂട്ട്സ് എല്ലാം ഈക്വൽ, രണ്ട് റൂട്ടും സെയിം ആണ് വരുന്നത്. അപ്പം ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ഇംപ്ലൈസ് റൂട്ട്സ് ആർ ഈക്വൽ. അതിന് ഒറ്റ റൂട്ടേ ഉള്ളൂ, രണ്ട് റൂട്ടും ഈക്വൽ ആയിരിക്കും. സ്ക്വയർ ക്വാഡ്രാറ്റിക് ആകുമ്പോൾ രണ്ട് റൂട്ടുണ്ട്, ആ രണ്ട് റൂട്ടും സെയിം ആണ്. അപ്പോൾ റൂട്ട്സ് ആർ ഈക്വൽ എന്ന് കിട്ടും. ഓക്കെ, ഇനി സി പാർട്ട്. 2x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 3 ഈക്വൽ ടു 0. അപ്പം a ഈക്വൽ ടു 2, b ഈക്വൽ ടു 6, c ഈക്വൽ ടു 3. ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യുമ്പം 36 മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 3, 36 മൈനസ് 24 ഈക്വൽ ടു 12, ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ റൂട്ട്സ് റിയലാണ്. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് റൂട്ട്സ് ആർ റിയൽ ആൻഡ് അൺഈക്വൽ എന്ന് നമുക്ക് പറയാം. കാരണം 0 വരുമ്പോൾ മാത്രമേ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 വന്നെങ്കിൽ മാത്രമേ റൂട്ട്സ് ഈക്വൽ ആവുന്നുള്ളൂ. റൂട്ട്സ് ആർ റിയൽ ആൻഡ് അൺഈക്വൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 0 വന്നാൽ റൂട്ട്സ് റിയലും അൺഈക്വലും ആയിരിക്കും. ലെസ് ദാൻ 0 ആണെങ്കിൽ റൂട്ട്സ് ആർ ഇമാജിനറി. ഈക്വൽ ടു 0 വന്നാൽ റൂട്ട്സ് ഈക്വൽ ടു 0 വന്നാൽ റൂട്ട്സ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. ലാസ്റ്റ് പാർട്ട്. 3x സ്ക്വയർ മൈനസ് 5x പ്ലസ് 2. a ഈക്വൽ ടു 3, b ഈക്വൽ ടു മൈനസ് 5, c ഈക്വൽ ടു 2. b സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 25 മൈനസ് 4 ഇൻറ്റു 3 ഇൻറ്റു 2, 25 മൈനസ് 24 ഈക്വൽ ടു 1, ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടെയും ബി സ്ക്വയർ മൈനസ് 4ac പോസിറ്റീവാണ്. റൂട്ട്സ് ആർ റിയൽ ആൻഡ് അൺഈക്വൽ എന്ന് നമുക്ക് പറയാം. ഈക്വൽ ടു 0 വന്നാൽ മാത്രമേ ഈക്വൽ ആവുന്നുള്ളൂ. അപ്പം റൂട്ട്സ് ആർ റിയൽ ആൻഡ് അൺഈക്വൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്വാഡ്രാറ്റിക്കിൻ്റെ അകത്ത് വരുന്നത്. ഇതുകൊണ്ട് നമ്മുടെ ക്വാഡ്രാറ്റിക്കിൻ്റെ പോർഷൻസ് തീരുവാണ്. അടുത്ത ദിവസം നമുക്ക് ട്രിഗ്നോമെട്രിയുടെ പോർഷൻസിലോട്ട് പോകാം.